പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇസ്രായേൽ എന്ന അധിനിവേശ ശക്തിയുടെ അഹങ്കാരം തകർന്നു വീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിനു മുന്നിൽ അജയ്യമായ സൈനിക ശക്തിയെന്ന് വീമ്പ് പറഞ്ഞിരുന്ന നെതന്യാഹു ഭരണകൂടം ഇന്ന് പ്രാണന് വേണ്ടി പലായനം ചെയ്യുകയാണ്. സ്വന്തം മണ്ണിലിരുന്ന് ഒരു ഡ്രോൺ പോലും നിർമ്മിക്കാൻ ധൈര്യമില്ലാത്ത അവസ്ഥയിലേക്ക് ഇസ്രായേൽ തരം താണിരിക്കുന്നു. ഇറാൻ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലുകളുടെ പ്രകടശേഷിയിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന ഇസ്രായേൽ ഇപ്പോൾ സുരക്ഷിതമായ ഒരിടം തേടി സെർബിയയിലേക്ക് തൻ്റെ സൈനിക താവളങ്ങൾ മാറ്റുകയാണ്. ഇത് വെറുമൊരു കച്ചവട നീക്കമല്ല, മറിച്ച് ഇറാൻ്റെ പ്രതികാര നടപടിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒളിച്ചോട്ടമാണ്. ഇസ്രായേൽ സെർബിയയിലേക്ക് ചേക്കേറാൻ ഒരു പ്രധാന കാരണമുണ്ട്. ഇറാനെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ ഡ്രോൺ പടക്കേറ്റ പ്രഹരം അത്രമേൽ വലുതായിരുന്നു. തങ്ങളുടെ ഏറ്റവും വലിയ അഹങ്കാരമായി ഇസ്രായേൽ കൊണ്ടു നടന്നിരുന്ന ഹെർമെസ് 900 ഡ്രോണുകളുടെ 80% ഇറാനിയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെറിഞ്ഞു കഴിഞ്ഞു. ആധുനിക റഡാറുകൾക്ക് പോലും കണ്ടെത്താൻ കഴിയില്ല എന്ന് ഇസ്രായേൽ അഹങ്കരിച്ച ഡ്രോണുകളെ ഇറാൻ ആകാശത്ത് വെച്ച് തന്നെ ചാരമാക്കി. ഈ തന്ത്രപരമായ പരാജയമാണ് സ്വന്തം താവളങ്ങൾ വിട്ട് യൂറോപ്പിൽ അഭയം തേടാൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചത്. ഇനി സുരക്ഷിതമായ ഒരിടം സ്വന്തം മണ്ണിലില്ല എന്ന തിരിച്ചറിവ് നെതന്യാഹുവിന് വന്നിരിക്കുകയാണ്. ഗാസയിൽ വംശഹത്യ നടത്തി ലാഭം കൊയ്യുന്ന കുപ്രസിദ്ധ ആയുധ നിർമ്മാതാക്കളായ എൽബിറ്റ് സിസ്റ്റംസ് ബർഗ്രേഡിന് സമീപം തങ്ങളുടെ പുതിയ ഫാക്ടറി തുറക്കുമ്പോൾ അത് ലോകത്തിന് നൽകുന്ന സൂചന വ്യക്തമാണ്. ഇസ്രായേലിൻ്റെ പ്രതിരോധത്തിൻ്റെ ഉരുക്കുകോട്ടകൾ തകർന്നിരിക്കുന്നു. ഇനി ആശ്രയം വിദേശ മണ്ണിലെ നിഗൂഢ താവളങ്ങൾ മാത്രം. 2026 മാർച്ചിൽ സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുസിക് നടത്തിയ പ്രഖ്യാപനം സത്യത്തിൽ ഈ ആഗോള ഭയത്തിൻ്റെ പരസ്യമായ കുറ്റസമ്മതമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വിനാശകാരിയായ ഡ്രോണുകൾക്കായി സെർബിയ ഉടനൊരു ഫാക്ടറി തുറക്കുമെന്ന വെളിപ്പെടുത്തൽ ഇസ്രായേലിൻ്റെ സൈനിക ഉൽപ്പാദന ശൃംഖല അധിനിവേശ മണ്ണിൽ നിന്നും പലായനം ചെയ്യുന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. അമേരിക്കയുടെ നിശബ്ദ പിന്തുണയോടെ നടക്കുന്ന ഈ നീക്കം സത്യത്തിൽ വാഷിംഗ്ടണിൻ്റെ കൂടെ പരാജയമായാണ് കണക്കാക്കുന്നത്. ഇറാൻ്റെ സൈനിക കാര്യത്തിൽ അമേരിക്കയ്ക്ക് പോലും ഭയമുണ്ടെന്നും നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് തുനിയാതെ തങ്ങളുടെ സഖ്യകക്ഷികളെ വിദേശ മണ്ണിൽ ഒളിഞ്ഞിരുന്ന് ആയുധം നിർമ്മിക്കാൻ അവർ സഹായിക്കുകയാണ്. സ്വന്തം അതിർത്തിക്കുള്ളിൽ ആയുധം നിർമ്മിക്കാൻ ധൈര്യമില്ലാത്ത ഒരു ഭരണകൂടമായി ഇസ്രായേൽ മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഈ സെർബിയൻ കരാർ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നത്. ഇറാൻ്റെ കണ്ണുകളിൽ നിന്ന് ഒളിച്ചോടി യൂറോപ്പിൽ അഭയം തേടാമെന്നാണ് അവർ കരുതുന്നത്. എന്നാൽ ഈ പുതിയ കരാറിലൂടെ സെർബിയ വലിയൊരു അപകടത്തിലേക്കാണ് ചുവടുവയ്ക്കുന്നത്. ഇസ്രായേലിൻ്റെ സൈനിക താവളമായി മാറുന്നതോടെ ഭാവിയിലെ സംഘർഷങ്ങളിൽ സെർബിയയും ഒരു സൈനിക ലക്ഷ്യമായി മാറിയേക്കാം. ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും സാധാരണക്കാർക്കും കുരുന്നുകൾക്കും മേൽ മരണം വിതയ്ക്കാൻ സഹായിക്കുന്ന എൽബിറ്റ് സിസ്റ്റം ഇന്ന് ലോകത്തിന് മുന്നിൽ ഒരു കുറ്റവാളിയാണ്. ചുരുക്കത്തിൽ ഇസ്രായേലിൻ്റെ ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങൾ സെർബിയയിലേക്ക് മാറ്റാനുള്ള നീക്കത്തോടെ ഒരു കാര്യം വ്യക്തമായി: അജയ്യമായ സൈനിക ശക്തി എന്ന ഇസ്രായേലിൻ്റെ അവകാശവാദം ഇറാനിയൻ മിസൈലുകൾക്ക് മുന്നിൽ തകർന്നിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധകളത്തിൽ ഇറാൻ പ്രകടിപ്പിക്കുന്ന പ്രകടശേഷി ഇസ്രായേലിന് മാത്രമല്ല, അവരുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്കയെ പോലും പുനർചിന്തയ്ക്ക് പ്രേരിപ്പിച്ചിരിക്കുകയാണ്.